കഴിഞ്ഞ വ്ലോഗിൽ നമ്മൾ മൊറോക്കോയിലെ ഷഫ്ഷാൻ എന്ന ബ്ലൂ സിറ്റി കണ്ട് നേരെ പോയത് മൊറോക്കോയുടെ തലസ്ഥാനമായ റബാത്തിലേക്കാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ റബാത്തിലാണ്. റബാത്തിൽ നിന്ന് കസബ്ലാങ്കയിലും പിന്നെ റബാത്തും പോയി കാണാനുള്ള പരിപാടി. അത് കഴിഞ്ഞ് നമ്മൾ ടാഞ്ചറിലും സമയം ടാഞ്ചറിലും പോകും. അപ്പം ഇന്നലെ ഞങ്ങൾ വൈകുന്നേരം വന്ന് താമസിച്ച ഒരു വീടാണ്. അത് അടിപൊളി ഒരു വീടാണ്. അപ്പം അതിൻ്റെ ഒരു ഇത് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇതാണ് നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇതാണ് ഡോറ് കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയൊരു ടേബിളുണ്ട്. ഇത് ഫുഡൊക്കെ കഴിക്കാനൊക്കെ ആയിട്ട്. നേരെ ഓപ്പോസിറ്റ് അവിടെ നോക്കുമ്പോൾ കണ്ടോ വേറൊരു റൂമും കൂടി ഉണ്ട്. സോഫയൊക്കെ അടിപൊളിയായിട്ട് കുറച്ച് ഇവിടെയൊക്കെ കിടന്നിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് നേരത്തെ മുന്നിൽ വന്നു കഴിയുമ്പോൾ നമ്മുടെ എയ്ഡൻ കളിക്കുന്ന സ്ഥലമാണ്. ഇവിടെ അടുത്തൊരു കൗച്ച് വേറെ ഒരു ഇത് എല്ലാവർക്കും കൂടി ഇരിക്കാൻ വേണ്ടി. ഇവിടെ അപ്പോൾ ഇരുന്ന് എന്തൊക്കെയോ വീഡിയോസ് കണ്ടുകൊണ്ടിരിപ്പുണ്ട്. അത് കഴിഞ്ഞ് നേരെ മുമ്പോട്ട് വന്നു കഴിയുമ്പോൾ കൊച്ചുകാശ് ഇവിടെ നിൽപ്പുണ്ട്. ഇപ്പുറത്ത് ഒരു റൂമുണ്ട്. റൂം കണ്ടില്ല. അത് നേരെ പുറകിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പുറത്താണ് കിച്ചണും കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ഇവിടെ സ്റ്റൗണ്ട്. ആക്ച്വലി ഞാനിത് ഇപ്പോഴാണ് കാണുന്നത്. അതൊന്നും കണ്ടില്ല. സ്റ്റവ്. അത് കഴിഞ്ഞ് നേരെ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു ബാത്റൂമുണ്ട്, ഒരു റൂമുണ്ട്, ഞങ്ങളുടെ റൂം. പിന്നെ ഇവിടെ ഒരു ബാത്റൂമുണ്ട്, അതിൻ്റെ ഉള്ള ആളുണ്ട്. പിന്നെ ഇവിടെ ഒരു മിററുണ്ട്. അത്രയാണ് ഇവിടുത്തെ ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി നമുക്ക് അതെ നമ്മളെങ്ങോട്ടാണ് പോകുന്നത്? കസബ്ലാങ്ക. നമ്മളെല്ലാം ഫേമസ് ആയിട്ടുള്ള കസബ്ലാങ്കയിലേക്കാണ് പോകുന്നത് അല്ലേ? റബാത്ത്. അപ്പോൾ നമ്മൾ ക്യാപിറ്റലാണ് നിൽക്കുന്നത് ആക്ച്വലി, റബാത്ത്. പക്ഷെ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ റബാത്താണ് മൊറോക്കയിലെ ആദ്യത്തെ ക്ലീനസ്റ്റ് സിറ്റി. വന്നു കഴിയുമ്പോഴത്തേ നല്ല ക്ലീനായി. രാത്രി വന്നപ്പോഴത്തേക്ക് നല്ല ഇതുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് മർക്കേഷ് വന്ന്, പിന്നെ ടാഞ്ചിയറും ഫസ്റ്റും ഒക്കെ വന്നത്. അപ്പം ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മളിത് റബാത്താണ്. റബാത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ കസബ്ലാങ്കയിൽ പോയിട്ട് തിരിച്ച് റബാത്തിലോട്ട് തന്നെയാണ് വരുന്നത്. ഞങ്ങളിപ്പോൾ ഇവിടെ ഫുഡ് കഴിക്കാൻ ഒരു ലോക്കൽ റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഫുഡ് കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നത്. ഞങ്ങളിവിടെ ഒരു കടയിൽ കയറിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അവിടെ ചെന്ന് വെച്ചപ്പോൾ എന്തൊക്കെ ഞങ്ങൾ ചോദിക്കുന്നതെന്ന് അവർക്ക് അറിയത്തില്ല. അത് ചപ്പയായിരുന്നു. അതുകൊണ്ട് അപ്പോൾ ഡ്രൈവർ പറഞ്ഞു നിങ്ങൾ വെയിറ്റ് ചെയ്താൽ ഞങ്ങളിപ്പോൾ അങ്ങോട്ട് വരാം. അവർ നേരെ ഓപ്പോസിറ്റ് അപ്പുറത്ത് നിൽപ്പുണ്ട് ബ്രെഡും വാങ്ങിക്കാൻ വേണ്ടി. അതെ, അതിന് ബ്രിട്ടീഷ് ടീ എന്നാ കണ്ടാ പറയുന്നത് അല്ലേ? ബ്രിട്ടീഷ് ടീ. പക്ഷേ കിട്ടുമോ വിശക്കുന്ന ഇവിടെ പോയി. കുഴപ്പമില്ല. തേനൊഴിച്ച ബ്രെഡ് അങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. തേനൊഴിക്കുന്നു. അങ്ങനെ മൊറോക്കൻ ടീ കുടിക്കാൻ വേണ്ടി എല്ലാവരും കൂടി ഇവിടെ ഇരിക്കുകയാണ്. പക്ഷേ അവിടെ ബ്രെഡിൻ്റെ അവിടെ പോയിട്ട് എന്തായി? അവിടെ സാധനമൊക്കെ പറഞ്ഞത് പുള്ളിക്കാർക്ക് സാധനമൊക്കെ ഇപ്പോൾ ബ്രെഡൊക്കെ കൊണ്ട് തന്നെ പൊറോട്ട, സ്ക്വയർ പൊറോട്ട. മറ്റേ എന്താ സൈലോൺ പൊറോട്ട? നമ്മൾ മലേഷ്യൻ പൊറോട്ട. 2 സൈസ് ഫ്ലിപ്പ് ചെയ്യാം, 4 സൈസ് ഫ്ലിപ്പ് ചെയ്യുന്ന പൊറോട്ട ഇല്ലേ? അതിനകത്ത് കുറച്ച് തേൻ ഒഴിച്ച് സോഫ്റ്റ്. ഞങ്ങളുടെ ഡ്രൈവർ ഓത്മാൻ ഇവിടെ താമസിച്ചിട്ടുണ്ട് നേരത്തെ. അതുകൊണ്ട് ഈ പരിസരമൊക്കെ 12 വർഷം പഠിച്ചതൊക്കെ ഇവിടെയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഈ പുള്ളിക്കാരിയും അമ്മച്ചിനെയൊക്കെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഫുഡ് ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. നമുക്ക് നോക്കാം ഫുഡ് ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ ഒരു കടയിൽ നിന്ന് വേറെ കടന്ന് ഫുഡ് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ
വേറെ കടയിൽ നിന്നിട്ട് അവിടുന്ന് ഫുഡ് വാങ്ങിച്ചോട്ട് അപ്പുറത്ത് വെള്ളം വാങ്ങിച്ചു. അപ്പോൾ നമ്മൾ ഫുഡ് വാങ്ങുന്നത് അപ്പുറത്തെ കടയിൽ നിന്ന്, ചായ കുടിക്കുന്നത് ഈ കടയിൽ. ഇവിടെ ചായ മാത്രമേ ഉള്ളൂ. പ്ലേറ്റ് ഈ കടയിൽ, ചായ ഈ കടയിൽ, പക്ഷെ ഫുഡ് അപ്പുറത്തെ കടയിൽ. ആണോ? ആക്ച്വലി ആണല്ലോ. മണവും പൊറോട്ട. ഇത് വേറെന്തോ സാധനമാണല്ലോ. ഇത് വേറെന്തോ സാധനമാണല്ലോ. What is this? Simon. This is like similar to our food, പൊറോട്ട. We call it പൊറോട്ട. അങ്ങനെ ഒതൻറ്റിക്കായ നമ്മുടെ മൊറോക്കൻ ടീ വന്നിരിക്കുകയാണ്. ഉണ്ട്, അതിനകത്ത് എന്തെങ്കിലുമുണ്ട്. ആ ഉണ്ട് മോനെ, ഉണ്ട്. ഇത് പിടിക്കാനുള്ള തുണി കണ്ടോ? കുഴപ്പമില്ല. ഇതാണ് മൊറോക്കൻ ടീ. ഇത് ടേസ്റ്റ് ഉണ്ട്. ഇത് മിന്നിയ ടേസ്റ്റും ഉണ്ട്, പക്ഷേ മിൻറ്റ് ഇതിൻ്റെ ഉള്ളിലുണ്ട്, പക്ഷേ മറ്റേ മിൻറ്റി കിടക്കുകയായിരുന്നു. അങ്ങനെ മൊറോക്കൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അടിപൊളിയായിരുന്നു. ഒരു ഗുഡ് ഫീലിംഗ് ആണ്. കഴിച്ചു കഴിഞ്ഞപ്പം എനിക്ക് തോന്നുന്നില്ല വേറെ ഏത് ഫുഡ് കഴിച്ചാലും ഈ ഒരു ഗുഡ് ഫീലിംഗ് കിട്ടുമെന്ന് തോന്നുന്നില്ല. ഇത് നല്ലൊരു ഗുഡ് ഫീലിംഗ് ആയിരുന്നു. ആ അവിടെ ഓറഞ്ചിൻ്റെ ട്രീ ഇരിപ്പുണ്ട്. ആ കാണുന്ന ഓറഞ്ച് ട്രീ ആണ്. വെറുതെ അല്ല ഇവിടെ ഓറഞ്ച് ജ്യൂസ് എല്ലായിടത്തും ഉള്ളത്. കാരണം ഓറഞ്ചിൻ്റെ ഇതാണെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറി എല്ലാവരും കൂടി കസബ്ലാങ്കിലേക്ക് പോവാം. എല്ലാവരും ഹായ് പറഞ്ഞ്. ഇതാണ് നമ്മുടെ പോത്ത്മാൻ ചേട്ടൻ. അപ്പോൾ പുള്ളിക്കാരാണ് നമ്മളെല്ലായിടത്തും കൊണ്ടുപോകുന്നത്. നമസ്തേ. അപ്പം പുള്ളിക്കാരനെ നമ്മളെല്ലായിടത്തും കൊണ്ടുപോയി കാണിച്ചു തരുന്നത്. പുള്ളിക്കാരൻ 3-5 ഭാഷ അറിയാം, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇനി കസബ്ലാങ്കിലേക്ക് 1 മണിക്കൂറുണ്ട്. 1 മണിക്കൂറിന് നമ്മൾ കസബ്ലാങ്കിലെത്തി. കസബ്ലാങ്കിൽ 2 സംഭവങ്ങൾ കാണാനുണ്ട്. അത് കണ്ട് നേരെ തിരിച്ച് നമ്മൾ ഇപ്പോൾ വന്ന സ്ഥലത്ത് തന്നെ തിരിച്ചു വരും. റബാത്തിൽ വന്നിട്ട് അവിടെ കുറച്ച് കാര്യങ്ങൾ കണ്ട് വൈകുന്നേരം ആകുമ്പോഴത്തേനും നമുക്ക് ഇന്നലെ മിസ് ചെയ്ത അങ്ങോട്ടേക്ക് പോകും. കാരണം നമ്മൾ അവിടെ തന്നെ സ്റ്റേ ചെയ്യുന്നത്, അവിടെ ഇടയിൽ കുഴപ്പമില്ല. അപ്പോൾ അവിടെ നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഹസൻ ടാബർ മോസ്ക് കാണാൻ വേണ്ടി വന്നിരിക്കുക. അപ്പോൾ നേരെ നമുക്ക് അങ്ങോട്ട് കയറാം. അപ്പോൾ ഞങ്ങളിവിടെ വന്നു. ഇതിൻ്റെ മുമ്പിൽ നിന്ന് നിൽക്കുകയാണ് മോസ്കിൻ്റെ. പക്ഷെ ഉള്ളോട്ട് കയറുന്നില്ല. കയറാൻ കുറേ പ്രശ്നങ്ങളുണ്ട്. ഡ്രസ്സിങ് പ്രശ്നം അതെല്ലാം ഉള്ളതുകൊണ്ട് അവർ കയറണ്ട എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ മൊത്തം കവർ ചെയ്ത് വരണം. അപ്പോൾ ഞങ്ങൾക്ക് അതിനുള്ള ഇതില്ലാത്തതുകൊണ്ട് ഞങ്ങളിതിൽ കൂടെ പുറത്ത് നടന്ന് പോകുന്നേ ഉള്ളൂ. അങ്ങനെ മോസ്കിൽ നിന്ന് ഇറങ്ങി. മോസ്കിനുള്ളിൽ കയറാൻ പറ്റിയില്ല. പക്ഷേ നമുക്ക് വേറൊരു മോസ്കിൽ പോകുന്നുണ്ട് അങ്ങോട്ട് തന്നെ. അവിടെ ഇത് വെച്ച് ടാലി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നേരെ ആഫ്രിക്കയിലെ ഏറ്റവും വലിയ മോളിലോട്ടാണ് പോകുന്നത്. അത് മൊറോക്കോയിലാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും വലിയ മോൾ, ആഫ്രിക്കയിലെ ഏറ്റവും വലിയ മോൾ പോയി കാണാം. അങ്ങനെ ഞങ്ങളിതാ മൊറോക്കൻ മോളിൽ വന്നിരിക്കുകയാണ്. ആഫ്രിക്കയിലെ ഏറ്റവും വലിയ മോള്. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു ഡോം പോലെ ഉണ്ട്. അത് ഇവിടുത്തെ മൂവി തിയേറ്റർ ആണെന്നാണ് പറഞ്ഞത്. ഇനി നമ്മൾ മോളിൻ്റെ ഉള്ളിലോട്ട് കയറി. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് മൊത്തം പണിഞ്ഞുകൊണ്ടിരിക്കുക. ഇവിടെയൊക്കെ പണിയാൻ വേണ്ടി കിടക്കുകയാണെന്ന് തോന്നുന്നു. അതോ ഇത് പുതിയൊരു ബിൽഡ് ചെയ്താണോ എന്ന് അറിയത്തില്ല.
ഇത് എത്ര വലിപ്പമുണ്ടെന്ന് ഒന്ന് നോക്കാൻ വേണ്ടി എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വന്നത്. ഏറ്റവും വലിയ മാളെന്നല്ലേ പറഞ്ഞത്, അപ്പോൾ എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ ഇതാ മൊറോക്കൻ മാളിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുക. വലിയ വ്യത്യാസമൊന്നുമില്ല, സാധാരണ മോൾ പോലെ തന്നെ ഉള്ളൂ. ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല ഒരു മോൾ വന്നിട്ട് വ്ളോഗ് ചെയ്യുന്നു. പിന്നെ വേറൊരു പ്രത്യേകത ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ ഇവിടെ ഒരു അക്വേറിയം ഉണ്ട്. അപ്പോൾ അക്വേറിയം ഒന്ന് കാണാം. കയറി വരുമ്പോൾ എൻട്രൻസ് തന്നെ മുമ്പോട്ട് കയറുമ്പോൾ ഒരു അക്വേറിയം ഉണ്ടാവും. ഇതാണ് ഞാൻ പറഞ്ഞ അക്വേറിയം. നമുക്ക് ശരിക്കും വീഡിയോ എടുക്കുമ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ കറക്റ്റ് കിട്ടത്തില്ല മീനൊന്നും. അത് റിഫ്ലക്ഷനെ ഭയങ്കരമായിട്ട് അടിക്കുന്നുള്ളതുകൊണ്ട് അത് ബ്ലൂ കളർ ഡാർക്കായിട്ടാണ്. പക്ഷേ വലിയ വലിയ മീനുകൾ ഇതിങ്ങനെ ഓടിപ്പോകുന്നുണ്ട്. പക്ഷെ നമുക്കധികം മൊത്തം അങ്ങനെ കിട്ടത്തുമില്ല. മൊറോക്കൻ മാളിൽ നിന്ന് ഇറങ്ങുകയാണ്. സാധാരണ ഒരു മാള് എന്നേ ഉള്ളൂ, വലിയ ഇതൊന്നും തോന്നിയില്ല. പിന്നെ ആകെയുള്ളത് അവിടെ വലിയൊരു അക്വേറിയം ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ. അതെല്ലാവരും വന്ന് ഹൈലൈറ്റായിട്ട് കാണിക്കുന്നത് പറയുന്നത്. ഇവിടെയൊക്കെ ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുക. സോ ഇതാണ് ഹസൻ ടവർ. അപ്പം ഇത് സത്യം പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ മിനാർ ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയത്, പക്ഷേ അത് നടന്നില്ല. അതുകൊണ്ട് അതിൻ്റെ പകുതി വരെ ആ മിനാർ ഉണ്ടാക്കിയിട്ടുള്ളൂ. അതിൻ്റെ ബാക്കിയാണ് ഈ കോളംസൊക്കെ ഇതേപോലെ ഇങ്ങനെ കിടക്കുന്നതൊക്കെ. അപ്പം അതുണ്ടാവാത്തത് കൊണ്ട് അതിപ്പോൾ ഇതേപോലെ തന്നെ സൂക്ഷിച്ച് വച്ചിരിക്കുക. അതിപ്പോൾ ഒരു എന്താ പറയുക, മ്യൂസിയം പോലെ ഇതിങ്ങനെ വയ്ക്കുക. ഇവിടെ വന്ന് നിൽക്കുമ്പോൾ പഴയ ഏതോ സ്ഥലത്ത് വന്ന് നിൽക്കുന്നൊരു ഫീല്, പണ്ടത്തെ കാലത്ത് ഏതോ സ്ഥലത്ത് വന്ന് നിൽക്കുന്നൊരു ഫീൽ. അപ്പോൾ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് 1199 AD ഉണ്ടാക്കിയ സംഭവമാണ്. അപ്പോൾ ഓൾമോസ്റ്റ് എത്ര 1000 വർഷം എങ്ങോട്ട് ആവാറായെന്ന് തോന്നുന്നത്. പക്ഷേ ഇതുണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേനും പുള്ളിക്കാരൻ മരിച്ചു, ഉണ്ടാക്കി പകുതി ആയപ്പോഴത്തേനും. അതുകൊണ്ട് ഈ പണിയും ഇവിടുത്തെ ഒരു 348 കോളംസും ഉണ്ട്. ഈ 348 കോളംസും പിന്നെ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഏതായാലും ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഇത് നന്നായി അവർ നോക്കി കൊണ്ടുപോകുന്നുണ്ട്. നമ്മളവിടെയൊക്കെ ആണെങ്കിൽ ഇതൊക്കെ എപ്പോൾ പോയി ചെതലത്ത് പോയിന്ന് ചോദിച്ചാൽ മതി. സോ പിന്നെ ഇവിടെ ഒരു മൊസോളിയം ഉണ്ട്. ഇതിപ്പോൾ മൊസോളിയമായിട്ട് വെച്ചിരിക്കുക. അപ്പം ഇതിൽ കൂടെ ഒന്ന് നടന്ന് ആ മൊസോളിയം എല്ലാം ഒന്ന് കണ്ടിട്ട് ഈ കോളംസ്, പക്ഷേ ഇത് മണ്ണാണോ തടിയാണോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല. പക്ഷെ നല്ല ഷേപ്പിൽ അവർ ഈ കോളംസൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. തൊടുമ്പോൾ കല്ലിൻ്റെ ഫീല് സത്യം പറഞ്ഞാൽ ഇല്ല. എനിക്കിത് കല്ലിൻ്റെ ഫീലാണോ എന്താണെന്ന് അറിയാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ. അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. ഇത് കണ്ടു കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. മേ ബി ഒരു 10-15 മിനിറ്റ് ഒന്ന് നിങ്ങൾ റൗണ്ട് അടിച്ചൊന്ന് കാണാൻ വേണ്ടിയിട്ടുള്ളൂ, കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞു. ഇനി പുറത്ത് പോകാം. ഇതിൽ കൂടെ നടക്കുന്ന സമയത്ത് സൂക്ഷിച്ചു വേണം നടക്കാൻ. ഇത് മാർബിളാണ്. മാർബിൾ ഇട്ടുകൊണ്ട് ഈ റോഡ് സൈഡിൽ തന്നെ മാർബിൾ ഇട്ടിരിക്കുന്നത്. അവിടെ തെന്നുന്നുണ്ട്. അപ്പോൾ അത് സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ ചിലപ്പോൾ തെന്നി വീഴാൻ സാധ്യതയുണ്ട്. ഹസൻ ടവറിൻ്റെ നേരെ ഓപ്പോസിറ്റോട്ട് നമ്മൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയാണ് ഇൻഡസ്ട്രിയൽ ഇത് തന്നെ ഇൻഡസ്ട്രിയൽ ബിൽഡിങ്. പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു അരീന പുതിയതായി പണിഞ്ഞതുണ്ട്. പിന്നെ ഇവിടുത്തെ റോഡും അതിൻ്റെ അപ്പുറത്ത് മൊഴേന് ആണ്. അപ്പോൾ അത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റും റബാത്തിൻ്റെ. അത് നല്ലൊരു വ്യൂ ആണ്. ഫോട്ടോ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടത് നല്ല അടിപൊളി ഫോട്ടോസൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് കണ്ടു. അതിൻ്റെ ഇടയിൽ കൂടെ ട്രാം വന്നുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഇടയിൽ കൂടെ
അങ്ങനെ നമ്മൾ ഇവിടുത്തെ റബാത്തിലെ മദീനയിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. മദീന എല്ലാം കണ്ട് ഇവിടുന്ന് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി മദീന റബാത്തിൻ്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടി അല്ലേ, റബാത്തിൻ്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടി ഞങ്ങൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ലെറ്റ്സ് ഗോ ആൻഡ് സീ ദ റബാത്ത് മദീന. ഇതും നല്ല അടിപൊളിയാണ്. ഷഫ്ഷാനിൽ പോയി നമ്മൾ ബ്ലൂ സിറ്റി പോയില്ലേ, അതിൻ്റെ അതേപോലെ തന്നെ, പക്ഷേ അതിന് പകരം വൈറ്റാണ്. അപ്പോൾ ഇതും നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. മൊത്തം കടകളൊക്കെ ആയിട്ട് വേറൊരു വൈബാണ്. അപ്പോൾ രാത്രി ആയി കഴിയുമ്പോൾ അതിന് കുറച്ചുകൂടി രസമായിരിക്കും. രാത്രി നമ്മൾ ഇതിൻ്റെ സെയിം തിങ് ടാഞ്ചറി പോയിട്ട് കാണുന്നുണ്ട് മദീനയിൽ. അത് വേറൊരു ചുമന്ന കളർ പോലത്തെയാണ്, ഇതൊരു വെള്ള കളറാണ്. ജില്ലു ചേച്ചിയും കൂടെ ഇവിടെ ബാഗ് വാങ്ങാൻ നിൽക്കുക. 100 തരമുള്ളൂ ബാഗിന് എന്ന് പറഞ്ഞാൽ $10. അത് ഒറിജിനൽ ലെതറുമാണ്. എത്ര 180 പറഞ്ഞ് 120 ഉറപ്പിച്ചു. Yeah, $12. That's not bad. എനിക്കൊന്നും ഇവിടെ കിട്ടാത്ത സാധനങ്ങളൊന്നും ഇല്ലെന്ന്. ലെതറിൻ്റെ ജാക്കറ്റ്, ലെതർ ബാഗുകൾ, കമ്പിളി, മാറ്റ്, കാർപ്പറ്റ്, നമുക്ക് എല്ലാ സംഭവങ്ങളും കിട്ടും. ഞാൻ പോകുന്ന വഴിയിലൊരു നാരങ്ങ വെള്ളത്തിൻ്റെ ജ്യൂസ് വാങ്ങിച്ചു. 5 തരേ ഉള്ളൂ. ഇപ്പം ഞങ്ങളിതാ ഇവിടെ നടക്കുകയാണ്. ഫുഡ് കഴിക്കാൻ ഒരു കടയിൽ കയറി, പക്ഷേ സ്പേസ് ഇല്ല, ഭയങ്കര ചൂടും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ പിന്നെ അവസാനം അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ വെളിയിൽ കുറച്ച് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, അപ്പോൾ അവിടെ എവിടെയെങ്കിലും കയറാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഭയങ്കര കൺജസ്റ്റഡാണ്, പക്ഷേ ഒരു വേറൊരു എന്താ പറയുക, ഒരു വൈബാണ് അതിൻ്റെ ഉള്ളിൽ കയറി കഴിയുമ്പോൾ. അപ്പോൾ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു. കുറേ ഐറ്റം, ഷവർമ ഓർഡർ ചെയ്തു, പിസ്സ ഓർഡർ ചെയ്തു, ജ്യൂസ്, ഓറഞ്ച് ജ്യൂസ്, പിന്നെ എന്താ വേറെ എന്താ, മൈസൂർ പാക്ക് കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. നമുക്ക് പിന്നെ ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ച് നോക്കണേ എന്തൊക്കെയാണ് ഫുഡ് എന്നുള്ളത് ഒന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. അപ്പം അതൊക്കെ ഓർഡർ ചെയ്ത് ഞങ്ങൾ കഴിക്കാൻ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഷവർമ വന്നു. ഷവർമ അവർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാ ഷവർമ കഴിക്കും. പക്ഷേ ഷവർമയിൽ ഒലിവൊക്കെ വെച്ചിട്ട് അവർ തന്നിരിക്കുന്നത്. പിന്നെ ഫ്രൈസ്, ബ്രെഡ്, അങ്ങനെയുണ്ട് സൂപ്പർ ഫുഡ്. ഇവിടെ കബാബ് വന്നിട്ടുണ്ട്. അങ്ങനെ ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവുകയാണ്. അടുത്ത മദീനയിൽ നമ്മൾ എവിടെയാണ്, ടാഞ്ചറിലോട്ട് പോവുകയാണ്. അപ്പോൾ ടാഞ്ചറിൽ മദീനയിലേക്ക് നമുക്ക് പോകാം. അത് ഇവിടുന്ന് പെട്ടെന്ന് പോയാലേ നമുക്ക് 2 മണിക്കൂർ കൊണ്ട് ഇവിടെ എത്താൻ പറ്റുള്ളൂ. ഞങ്ങൾ മദീനയെല്ലാം കണ്ടു കഴിഞ്ഞ് ഇറങ്ങി അപ്പോൾ 7-ന് താഴേക്ക് 7-ന് ഷോർട്ട് എടുത്തോണ്ടിരിക്കുക. അവരത് ഷോർട്ട് ക്ലാസ്സാണ് കുപ്പിയുടെ അടുപ്പ്. തണുത്ത വെള്ളത്തിന്റെ അതിന്റെ ഒരു സന്തോഷം. You like it? എന്നിട്ട് അവന്റെ വെള്ളം കൊടുത്തിട്ട് അവന് വേണ്ട. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വിടുകയാണ്. ടാഞ്ചറിലോട്ട് ഇനി പോവാണ്. ഞങ്ങൾ മറ്റേ ഓത്മാൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഓത്മാൻ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തെന്നാണ് പറഞ്ഞത്. വണ്ടിയിൽ വന്ന് കയറി ഇനി റബാത്തിലോട്ട് നിന്ന് വിട പറയുകയാണ്. ഇനി ടാഞ്ചറിലോട്ടൊന്ന് പോവുകയാണ്.
അങ്ങനെ ഞങ്ങൾ ടാഞ്ചറിൽ വന്നു. കുറേ ട്രാഫിക്കും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഇവിടെ എത്തി. അതിനിടയ്ക്ക് എയർബിഎംപിക്കാർ മെസ്സേജ് അയച്ചു, അവരുടെ അങ്കിളിന് കിടന്ന് ഉറങ്ങാനുള്ളതാണ്, നിങ്ങൾ വന്നിട്ട് വേണം ഉറങ്ങാൻ. പക്ഷേ ഞങ്ങളിവിടെ നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യുമ്പോൾ അയാൾക്ക് കുറച്ച് ട്രാഫിക്കിൻ്റെ ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്ത് ഞങ്ങളിതാ ഇവിടെ വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ രാത്രി 12 മണി, എൻ്റെ രാത്രി 12 മണിക്കാണ് ഈ തിരക്ക് ഇവിടെ കാണുന്നത്. അങ്ങനെ മദീനയൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങളിതാ ഇറങ്ങുകയാണ്. ഈ തെരുവിൽ കൂടെ ഇങ്ങനെ തെണ്ടി നടക്കാൻ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് പിന്നെ ഇതാണ് സെൻട്രൽ സിറ്റി അതെ, ഡൗൺ ടൗണിൻ്റെ ടാഞ്ചറിൻ്റെ ഡൗൺ ടൗണിൽ കൂടെ നമ്മൾ നടക്കുകയാണ് രാത്രി 12 മണിക്ക്. എനിക്കറിയാം ഈ മൊറോക്കോ ട്രൈ ആണ്. ജിലു എങ്ങനെ പറ്റാണ് മൊറോക്കോ ചായ കുടിച്ചു കഴിഞ്ഞാൽ കള്ളിവിടെ കിട്ടത്തില്ല. പിന്നെന്ത് പറ്റി? ട്രൈലാൻഡ് ആണ്. ജിലു എങ്ങനെ